കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്ത അല്ലെങ്കിൽ വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യ. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ നടക്കുകയാണ്. ഉച്ചവരെ സഹോദരന്റെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവനൊടുക്കിയ സംഭവത്തിലെ അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക പോലീസ് ആദായനികുതി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുകയും ചെയ്യും. AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവരും ഞെട്ടലോടെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വാർത്ത കേട്ടത്. എന്തായാലും ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരം? ഗുഡ് മോർണിംഗ് ലിജിൻ. ഇന്ന് വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം CJ റോയിയുടെ മരണവാർത്ത കേരളം, ഇന്ത്യ മൊത്തം കേട്ടത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം വൈകിട്ട് 5 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വരണം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ CJ ബാബു, അദ്ദേഹം മസ്കറ്റിലാണ്. അദ്ദേഹം എത്തിയതിന് ശേഷമുള്ള കൂടിയാലോചനകളിലായിരിക്കും ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുക. റോയിയുടെ ഭാര്യയും മക്കളും ഇന്നലെ തന്നെ ദുബായിൽ നിന്ന് എത്തിയിരുന്നു. അവർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കണ്ടു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള അനുമതി നൽകുകയും ചെയ്തു. അത് സാങ്കേതികമായ ഒരു അനുമതി മാത്രമാണ്. വളരെ വിവാദമായിട്ടുള്ളൊരു മരണമായതുകൊണ്ട് തന്നെ 5 സർജന്മാരെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു 5 പേരടങ്ങുന്ന ഗ്രൂപ്പായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ സഹോദരൻ്റെ വീട്ടിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തുള്ള പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അവർക്കെതിരെ ഇപ്പോൾ കർണാടക പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ CJ റോയിയുടെ ഓഫീസ് സ്റ്റാഫ് വളരെ വിശദമായിട്ടുള്ളൊരു പരാതിയാണ് കർണാടക പോലീസിന് സമർപ്പിച്ചിട്ടുള്ളത്. 5 പേജ് അടങ്ങുന്ന ഒരു വലിയ വിശദമായിട്ടുള്ള ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് കർണാടക പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യും. ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ കേസെടുത്ത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തോക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കോൺഫിഡന്റ് ഗ്രൂപ്പിന് ഈ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിലടക്കം കേസുകളുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഒക്കെ വിശദമായിട്ട് അന്വേഷിക്കും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ കേരളത്തെയും ഒക്കെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണം. അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം വലിയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലിജിൻ. അശ്വതി, ഒരു കാര്യം കൂടി, ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണം എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെ ഉന്നയിച്ചത്. മാത്രമല്ല, നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മൊഴിയെടുക്കലും മറ്റ് നടപടിക്രമങ്ങളും നടക്കുക. എന്തായാലും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് കർശന നടപടിയെടുക്കുവാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ പ്രധാനമായും ഈ കേസ് കൊടുത്ത സ്ഥിതിക്ക് ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കുക? തീർച്ചയായും ഈ റോയ് അദ്ദേഹം വളരെ പ്രബലനായിട്ടുള്ള ഒരു സംരംഭകനാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു ആളെ ഈ ചോദ്യം ചെയ്യലിനിടെ അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കുന്നതിനിടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ ഇത്തരത്തിലുള്ളൊരു അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മമായിട്ടാണ് കർണാടക പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗം
ഭാഗമായിട്ട് തന്നെയാണ് ഈ 5 ഉദ്യോഗസ്ഥരടങ്ങുന്ന, അതായത് 5 സർജന്മാരടങ്ങുന്ന പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കൂടി കടക്കുന്നത്. അതൊക്കെ ഒരു അസാധാരണമായിട്ടുള്ള സംഭവമാണ്. കാരണം അത് പിന്നീട് ഒരു തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ റോയ് അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന്റെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്, ആത്മഹത്യയിലേക്ക് പോയത് എന്നതാണ് ഈ കുടുംബവും അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ഓഫീസ് സ്റ്റാഫുകളും എല്ലാം തന്നെ ആരോപിക്കുന്നത്. അത് വ്യക്തമാക്കുന്ന 5 പേജടങ്ങുന്ന വിശദമായിട്ടുള്ള പരാതിയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളത്, അത്തരം ഒരു പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അത് തെളിവുകളായിട്ട് കൂടി വേണം, ആ കാര്യങ്ങളിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഒപ്പം തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകൾക്കും ശേഷമായിരിക്കും വിശദമായിട്ടുള്ള മൊഴിയെടുപ്പുകൾ ഒക്കെ ഉണ്ടാവുക. അത് കുടുംബാംഗങ്ങൾ മൊഴിയെടുപ്പുകൾ ഒക്കെ ഉണ്ടാവുക. ലിജിൻ, ശരി. എന്തായാലും വളരെ ശ്രദ്ധിച്ച അല്ലെങ്കിൽ വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ കേരളവും ഇന്ത്യയും ഒക്കെ കേട്ടത്. എന്തായാലും അതിൽ ഈ സമ്മർദ്ദമാണ്, ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അക്കാര്യത്തിലാണ് വിശദമായ അന്വേഷണം നടത്താൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നത്. അശ്വതിയായിരുന്നു വിവരങ്ങൾ നൽകിയത്.